ഹായ്, വെൽക്കം ടു മൈ ചാനൽ റജു ക്രിയേഷൻസ്. ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു സ്കേർട്ട് എങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓണത്തിനൊക്കെ നല്ല സ്റ്റൈലായിട്ട് ഇടാൻ പറ്റിയ സ്കേർട്ടാണ്. അപ്പോൾ ഇത് ഞാൻ 4 മീറ്ററിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് വരാം. ഫസ്റ്റ് നമുക്ക് ക്ലോത്തിനെ ഒന്ന് 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിടാം. ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷം സ്കേർട്ടിൻ്റെ ലെങ്ത് ഒരു 40 ആണ് എടുക്കുന്നത്. അപ്പോൾ 40 നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റാം. ബാക്കി വരുന്ന പീസ് നമുക്ക് ഒരു ബെൽറ്റിന് വേണ്ടി വേണം. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തങ്ങ് മാറ്റാം. നമ്മളിവിടെ ഈ സ്കേർട്ടിന് 4 മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. സാധാരണ 3 മീറ്റർ മതിയാകും. പക്ഷേ ഇത് നമ്മൾ 4 മീറ്റർ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വേസ്റ്റ് വണ്ണം അനുസരിച്ചാണ്. ഒരു 38 ഇഞ്ചാണ് നമ്മളുടെ വേസ്റ്റ് വണ്ണം കിട്ടിയിരിക്കുന്നത്. തോനെ പ്ലീറ്റ്സും കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ 4 മീറ്റർ എടുത്തിരിക്കുന്നത്. അപ്പോൾ 38 ആണെങ്കിൽ അതിൻ്റെ ഹാഫ് എടുത്തതിന് ശേഷം ഒരു 18.5 ഇഞ്ച് മതിയാകും. അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ചോ 1.5 ഇഞ്ചോ ചേർത്ത് നമുക്ക് തുണിയൊന്ന് 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് 4 ഇഞ്ച് ഇതുപോലെ 4 ഇഞ്ച് വീതിയിൽ നമുക്ക് ബെൽറ്റിന് വേണ്ടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമ്മൾ ഈ സ്കേർട്ടിന് കട്ട് ചെയ്ത ഈ പാർട്ടിൽ 4 ഭാഗത്തും ഓരോ നോച്ചിട്ട് കൊടുക്കുക. നമ്മൾ പ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് അനുസരിച്ച് വേണം നമ്മൾ പാവാടയ്ക്ക് പ്ലീറ്റ്സ് എടുക്കാനായിട്ട്. സ്കേർട്ടിൻ്റെ കട്ടിങ് പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് പാർട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്കേർട്ടിൻ്റെ വേസ്റ്റ് എത്രയാണോ, നമുക്ക് 38ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 38ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 19ആണ്. 19ൻ്റെ ഹാഫ് 9ആണ്. അപ്പോൾ അതായത് വേസ്റ്റിൻ്റെ 4/1 എടുത്തതിന് ശേഷമാണ് നമ്മൾ സ്കേർട്ടിൻ്റെ പ്ലീറ്റ്സ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു സൈഡ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 ഇഞ്ച് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം സാധാരണയായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് നീഡിൽ അതിൽ തന്നെ കുത്തി നിർത്തുക. ഇനി നമുക്ക് ഓരോ ഇഞ്ചിന് വെച്ചുള്ള പ്ലീറ്റ്സാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോ ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം 1 ഇഞ്ചിൽ തുടങ്ങി നീഡിൽ എവിടെയാണോ നിൽക്കുന്നത് അവിടം വരെ നമ്മൾ ക്ലോത്തിനെ ഇതുപോലെ അകത്തോട്ട് കയറ്റി പ്ലീറ്റ്സ് എടുക്കണം. ഇതുപോലെ കുത്തി നിർത്തി വേണം നമ്മൾ സ്കേർട്ടിന് പ്ലീറ്റ്സ് എടുക്കാൻ. നീഡിലിൻ്റെ അത് എവിടം വരെ തട്ടുന്നോ അവിടം വരെ ക്ലോത്ത് ഇതുപോലെ അകത്തോട്ട് കയറ്റി ഓരോ ഇഞ്ച് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 4 തുണിയെ 4ആയിട്ട് ഫോൾഡ് ചെയ്താണ് നമ്മൾ ഓരോ നോച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം വരുന്ന നോച്ചിൽ കറക്റ്റ് 9.5 ഇഞ്ച് വരണം. അങ്ങനെ 9.5 ഇഞ്ച് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മളുടെ ഈ ഫുള്ള് ക്ലോത്തിൽ നമുക്ക് 38 ഇഞ്ച് നമ്മളെ വേസ്റ്റ് വണ്ണം കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെയാണ് പിടിച്ചെടുക്കേണ്ടത്. ഒരു നോച്ചിൽ കറക്റ്റ് നമ്മളുടെ വേസ്റ്റ് എത്രയാണോ അതിൻ്റെ 4/1 നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടിയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മളെ സ്കേർട്ട് കറക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഞാൻ ഫുള്ളും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലൈനിങ്ങും കൂടെ ഇതുപോലെ വലിയ പ്ലീറ്റ്സ് എടുത്തിട്ടാണ് നമ്മൾ ലൈനിങ്ങും കൂടെ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ലൈനിങ്ങും കൂടി ചേർത്ത് വെച്ചിട്ടൊന്ന് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി അതിന് ശേഷം നമുക്ക് മുകളിലത്തെ ബെൽറ്റും കൂടി വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ മുകളിലത്തെ ബെൽറ്റ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി 4 ഇഞ്ചാണ് നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ്. നമ്മൾ 1.5 ഇഞ്ച് അധികം ഇട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. സീം അലവൻസ് 1.5 ഇഞ്ച് ഇട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റോങ് സൈഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഒരറ്റം ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് അടുത്ത അറ്റം വരെ നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സ്കേർട്ടിൻ്റെ ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് റോങ് സൈഡ് വെച്ചിട്ടാണ്. റോങ് സൈഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് റൈറ്റ് സൈഡിലോട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്കേർട്ടിൻ്റെ ഒരറ്റത്തു നിന്ന് ഇതേപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് സ്കേർട്ടിൻ്റെ അടുത്ത അറ്റം വരുമ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഇതിനെ തിരിച്ചിട്ടിട്ട് റൈറ്റ് സൈഡിലോട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. നമ്മൾ മെഷർമെൻറ്റ് 4 ഇഞ്ചാണെങ്കിൽ 1 ഇഞ്ചും കൂടി അധികം ചേർത്തിട്ട് വേണം ബെൽറ്റിന് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് ഇരിക്കും. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിന് നമ്മൾ ലൂപ്സാണ് കൊടുക്കുന്നത്. സ്കേർട്ടിന് നമ്മളല്ലാതെ ഹുക്ക് വെച്ച് കൊടുക്കുന്നില്ല, ലൂപ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മൾ സ്കേർട്ടിൻ്റെ ബെൽറ്റ് പാർട്ടും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതിനെ തിരിച്ചിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സ്കേർട്ടിൻ്റെ ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് ജോയിൻറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.